നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് ഏവർക്കും സ്വാഗതം. കരളിൻ്റെ ആരോഗ്യം നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ കരളിന് ഭീഷണി ഉയർത്തുന്ന നിരവധി ജീവിത സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഫാസ്റ്റ് ഫുഡ്, മദ്യപാനം ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങൾ. മദ്യപാനം കരളിനെ തകർക്കുന്നത് എങ്ങനെയെന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ വിഷ്ണു ബി ചന്ദ്രയാണ്. ഡോക്ടർ നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം, നന്ദി. പ്രേക്ഷകരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ സംശയങ്ങളുമായി താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം. ഡോക്ടർ, പലപ്പോഴും കരളിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. നമ്മുടെ ജീവിത സാഹചര്യമാണെങ്കിലും നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ഭക്ഷണ രീതികളാണെങ്കിലും ഒക്കെ കരളിന് വളരെയധികം വെല്ലുവിളി സൃഷ്ടിക്കാറുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മദ്യപാനം. മദ്യപാനം നമ്മുടെ കരളിൻ്റെ ആരോഗ്യത്തെ ഏത് രീതിയിലാണ് ബാധിക്കുന്നത് എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തുടങ്ങാം. മദ്യപാനം നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകമെമ്പാടുമുള്ള ആൾക്കാരിൽ ഇതിപ്പോൾ കൂടിക്കൂടി വരികയാണ്. WHO പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം നോക്കുന്നെങ്കിൽ 2019 എന്ന വർഷം ഏകദേശം 26 ലക്ഷം മരണങ്ങൾ മദ്യപാനം കാരണം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ അസുഖങ്ങൾ മാത്രമല്ല അപകടങ്ങളും എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ വിഷയം എടുക്കുന്നെങ്കിൽ കേരളത്തിൽ തന്നെ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ 30% കേരളത്തിലെ പോപ്പുലേഷൻ മദ്യപാനം ചെയ്യുന്നവരാണെന്ന് 2016 നടത്തിയ പഠനങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ തന്നെ ഏകദേശം 15% ഹസാർഡസ് ആൽക്കഹോൾ യൂസ്, അതായത് ആരോഗ്യത്തിന് ഹാനികരമായ രീതിയിലുള്ള മദ്യപാനം ചെയ്യുന്നവരാണെന്നും പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. കേരളത്തിലെ കാര്യമാണ് ഈ പറഞ്ഞത്. അപ്പോ ഓൾറെഡി നമ്മുടെ നാട്ടിലെ എന്ന് പറയുക ഇന്ത്യയിലെ അല്ലെങ്കിൽ സദേൺ ഏഷ്യയിലെ പോപ്പുലേഷന് നമ്മുടെ ശരീരഭാരം കൂടുന്നതനുസരിച്ച് ജീവിതശൈലി രോഗങ്ങൾ കൂടുതൽ വരാനുള്ള ചാൻസും ഫാറ്റി ലിവർ ഡിസീസും ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പം അതിൻ്റെ കൂടെ തന്നെ മദ്യപാനവും കൂടെ ആകുമ്പോൾ അത് സിറോസിസ് പോലെയുള്ള അസുഖങ്ങളിലേക്ക് നയിക്കുന്നത് വളരെ സാധാരണമായി ഇപ്പോൾ കാണുന്നുണ്ട്. ഡോക്ടർ, മദ്യപാനം പലപ്പോഴും ഇന്ന് നമ്മുടെ ഒരു സോഷ്യൽ ലൈഫിൻ്റെ ഭാഗമായി തീരാറുണ്ട്. അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു സംശയം, ഇത് ശരിയായ രീതിയിൽ അല്ലെങ്കിൽ ശരിയായ അളവിൽ ഒരു മിതമായ അളവിൽ കഴിക്കുകയാണെങ്കിൽ കരളിന് അല്ലെങ്കിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്നതൊരു കോമൺ സംശയമാണ്. അതിനെന്താണ് ഡോക്ടറുടെ മറുപടി? കരളിന്റെ ആരോഗ്യത്തിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ഡ്രിങ്ക് എന്നൊരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഈ സ്റ്റാൻഡേർഡ് ഡ്രിങ്ക് എന്ന് പറയുന്നത് തന്നെ പല രാജ്യങ്ങളിലും പല ഡെഫിനിഷൻസിലാണ് എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ UK കാര്യം ബ്രിട്ടീഷ് ഗവൺമെന്റ് പറയുന്നത് അനുസരിച്ചാണെങ്കിൽ 1 സ്റ്റാൻഡേർഡ് ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ 8 ഗ്രാം എന്നാണ്. ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള പഠനങ്ങൾ മിക്കതും ഒരു സ്റ്റാൻഡേർഡ് ഡ്രിങ്ക് 10 ഗ്രാം ആയിട്ടാണ് കണക്കാക്കുന്നത്. നേരെ മറിച്ച് അമേരിക്കയിലുള്ള പഠനങ്ങളാണെങ്കിൽ അവർ 13.5 അഥവാ 14 ആ ഒരു സ്റ്റേജിലാണ് അവർ സ്റ്റാൻഡേർഡ് ഡ്രിങ്കിനെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇന്ത്യയിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 10 ഗ്രാം ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ ഈഥൈൽ ആൽക്കഹോൾ ഉള്ള ഒരു 10 ഗ്രാം ഈഥൈൽ ആൽക്കഹോൾ വരുന്ന ഒരു ഡ്രിങ്ക് അഥവാ മദ്യം ആണ് സ്റ്റാൻഡേർഡ് ഡ്രിങ്ക് എന്ന് എടുക്കുന്നത്. ഈ 10 ഗ്രാം ആൽക്കഹോൾ വരുന്നത് ഓരോ ടൈപ്പ് മദ്യങ്ങൾക്ക് വേറെയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം 80% പ്രൂഫ് സ്പിരിറ്റ്സ്, അതായത് ബ്രാൻഡി, വിസ്കി അങ്ങനെയുള്ളത് എടുക്കുന്നെങ്കിൽ അതിൽ ഏകദേശം 30 ml ആണ് കണക്ക്, ഈ 10 ഗ്രാം എന്ന് പറയുന്നത്. വൈനിലോട്ട് വരുമ്പോൾ 100 ml ആവും. ബിയറിലോട്ട് വരുമ്പോൾ തന്നെ അതിന്റെ സ്ട്രെങ്ത് അനുസരിച്ച് 300 മുതൽ 400 ml-നകത്ത് 350 എടുക്കാം ഒരു ആവറേജ്, അതിനകത്ത് വരും ഒരു സ്റ്റാൻഡേർഡ് ഡ്രിങ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ അറ്റ് റിസ്ക് ഡ്രിങ്കിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ സേഫ് എന്നല്ല ഞാൻ പറയുന്നത്, അറ്റ് റിസ്ക് ഡ്രിങ്ക്. അറ്റ് റിസ്ക് ഡ്രിങ്കിങ് എന്ന് പറയുമ്പോൾ ആണുങ്ങളിൽ ഒരാഴ്ചയിൽ കുടിക്കുന്ന മദ്യം 14 ഡ്രിങ്ക്സോ അല്ലെങ്കിൽ ഒരു സമയം കുടിക്കുന്ന ഒരു ദിവസം അല്ലെങ്കിൽ ഒരു നേരം കുടിക്കുന്ന ഒരു ദിവസം കൊണ്ട് ഒരു സിറ്റിങ്ങിൽ എന്ന് പറയാൻ ചിലപ്പോൾ വീക്കെൻഡിൽ മാത്രമായിരിക്കും മദ്യപിക്കുന്നത്. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഒരു ദിവസം 4 ഡ്രിങ്കിൽ കൂടുതലോ എടുക്കുന്നത് പുരുഷന്മാർക്കും, സ്ത്രീകൾക്കാണെങ്കിൽ ഒരാഴ്ചയിൽ 7 ഡ്രിങ്ക്സും പിന്നെ ഒരു സിറ്റിങ്ങിൽ അല്ലെങ്കിൽ ഒരു ദിവസം 3 സ്റ്റാൻഡേർഡ് ഡ്രിങ്ക്സിലും കൂടുതൽ കുടിക്കുന്നവർക്ക് കരളിനെ ബാധിക്കാവുന്ന ലിവർ ഡിസീസ് ആൽക്കഹോൾ ഇൻടേക്ക് ആണെന്ന് നമുക്ക് പറയാം. ഇത് ബാക്കിയുള്ള
റിസ്കുകളെ ഉൾപ്പെടുത്തുന്നില്ല. എന്ന് പറഞ്ഞാൽ മദ്യപാനം നമ്മുടെ ശരീരത്തിലെ കരളിനെ മാത്രമല്ല ബാധിക്കുന്നത്. ഉദാഹരണത്തിന് BP കൂട്ടുകയും സ്ട്രോക്ക് അഥവാ പക്ഷപാതം ഉണ്ടാക്കുകയും ഹൃദ്രോഗങ്ങൾ ഉണ്ടാക്കുകയും ഞരമ്പുകളെയും നാഡികളെയും എഫക്ട് ചെയ്യുന്ന അസുഖങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞ സേഫ്റ്റി ലിമിറ്റ് അതിന് ബാധകമല്ല. ഞാൻ ലിവറിന്റെ കാര്യം മാത്രമാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടായത്. അപ്പൊ ഇതൊരു സേഫ് ലിമിറ്റ് അല്ല, അറ്റ് റിസ്ക് എന്നാണ് ഇതിന്റെ ഡെഫിനിഷൻ. ഇതിന്റെ മുകളിലോട്ടുള്ളതാണ് റിസ്കി ആയിട്ടുള്ളത്. ഇതിന് താഴെയുള്ളവർക്കും വരാം. നമ്മൾ ആൽക്കഹോളിന്റെ അളവ് മാത്രമല്ല, ആൾക്കാരുടെ പ്രകൃതിയും അവരുടെ ജനറ്റിക് അല്ലെങ്കിൽ ജൈനതികമായ ഘടനയും കൊണ്ടും ഇത് മാറ്റം വരാറുണ്ട്. വ്യക്തമാണ് ഡോക്ടർ. ഇപ്പം നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുകയാണ്, കോട്ടയത്ത് നിന്നും വിജിത്ത്. വിജിത്ത്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ഡോക്ടർ നമസ്കാരം. നമസ്കാരം വിജിത്ത്, കുറച്ച് ഉറക്കെ സംസാരിക്കണം. കേൾക്കാം, പറഞ്ഞോളൂ. വിജിത്താണ്, കോട്ടയത്ത് നിന്ന് സംസാരിക്കുന്നത്. പറഞ്ഞോളൂ. എനിക്ക് ഒരു 2 പ്രാവശ്യം അടുപ്പിച്ച് ജോണ്ടിസ് വന്നിട്ടുണ്ട്. അതായത് ഞാൻ ഡൽഹിയിലായിരുന്നു. അപ്പൊ അവിടെ വെച്ച് പറഞ്ഞ അല്പം മദ്യപിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പൊ എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പം ഇത് SGOT SGPT ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേന് അത് അല്പം കൂടുതലാണ്. അതുപോലെ തന്നെ ഫാറ്റി ലിവർ എന്ന് പറയുന്നു. അപ്പം കുറച്ച് നടക്കുമ്പോഴൊക്കെ ഇങ്ങനെ കിതപ്പ് പോലൊക്കെ ഉണ്ട്. അപ്പൊ എന്തെങ്കിലും അതിനെ കുറിച്ച് അറിയാൻ വേണ്ടിയായിരുന്നു. ഇപ്പം താങ്കൾ തുടർന്ന് മദ്യപിക്കുന്നുണ്ടോ? ഇല്ലില്ല, ഞാനിപ്പോ ഒരു 10 വർഷമായി മദ്യപിക്കുന്നില്ല. ഈ SGPT SGOT എന്ന് പറയുന്നത് കൂടി നിൽക്കുകയാണ് ഇപ്പോഴും. അതെ, 10ഉം 15ഉം ഒക്കെ കൂടുതലുണ്ട്. 10ഉം 8ഉം ഒക്കെ കൂടുതലാണ്. ഹലോ ഹലോ കൂടുതലെന്ന് പറഞ്ഞാൽ ഒരു 5%, 10% അത്രയൊക്കെ കൂടുതലാണ്. അപ്പോ ഒന്ന് ഹോസ്പിറ്റലിൽ വന്നിട്ട് ടെസ്റ്റ് ചെയ്യണം. ആദ്യമായി ലിവറിന്റെ ഫുൾ ടെസ്റ്റ് വേണം. അൾട്രാസൗണ്ട് സ്കാൻ എടുക്കണം. ഡയബറ്റിസോ മുതലായ വേറെ ഏതെങ്കിലും അസുഖങ്ങളുണ്ടോ താങ്കൾക്ക്? ഇല്ലില്ല, ഡയബറ്റീസും മറ്റു കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് തൈറോയിഡിന്റെ ഇഷ്യൂ ഉണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല ഉറക്കത്തിന് ബുദ്ധിമുട്ടുണ്ട്. കാരണം ബുദ്ധിമുട്ടെന്ന് വളരെ കുറച്ച് മാത്രമേ ഉറക്കമുള്ളൂ. പകലൊന്നും ഉറങ്ങത്തില്ല. ഓക്കെ. 10 വർഷമായിട്ട് മദ്യപാനം നിർത്തിയിട്ടും ലിവറിന്റെ എൻസൈം കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ മറ്റു കാരണങ്ങൾ കൊണ്ടാവാം. നമ്മളെ LFT ചെയ്തപ്പോഴത്തേന് അതിൻ്റെ അകത്ത് എപ്പോഴും ഫാറ്റി ലിവർ എന്നാണ് പറയുന്നത്. അതെ, അത് മെറ്റബോളിസം അസോസിയേറ്റഡ് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം വേറെയായി ഉണ്ട്. അപ്പം ഡയബറ്റിസ് ഉള്ളവർക്കോ അല്ലെങ്കിൽ ലിവറിൽ കൊഴുപ്പ് അടിഞ്ഞിട്ടുണ്ടാവുന്നതാണ്. മിക്കവാറും അതിനുള്ള ടെസ്റ്റുകളും സ്കാനുകളും ഒക്കെ ചെയ്യേണ്ടി വരും. അതിനനുസരിച്ചുള്ള എക്സസൈസസ്, വെയിറ്റ് ലോസ് ടാർഗറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള വ്യായാമങ്ങളും അതുമൊക്കെ ആവശ്യമായി വരും. അപ്പം എത്രയും പെട്ടെന്ന് ഒരു ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിനെ കാണുക, വേണ്ട ടെസ്റ്റുകൾ ചെയ്യുക, എന്നിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുക. നിസ്സാരമായി ഹോസ്പിറ്റലിൽ തന്നെ വന്നാൽ ചെയ്യാൻ പറ്റുമോ? അവിടെ തന്നെ വന്നാൽ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും. ഓക്കെ, താങ്ക് യു സർ. വിജിത്തിന് വ്യക്തമായി എന്ന് കരുതുന്നു. ഡോക്ടർ, ഇപ്പോൾ നമ്മുടെ ഈ പ്രേക്ഷകൻ ചോദിച്ചപ്പോൾ തന്നെ പലർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ്. കാരണം അവർ മദ്യപിക്കുന്ന ആളുകളായിരിക്കാം. ഇത്തരത്തിലൊരു പ്രശ്നം കാണുമ്പോൾ, ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റ്, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ഒക്കെ എടുത്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു റേഷ്യോയിൽ വ്യത്യാസം കാണുമ്പോൾ അവർ മദ്യപാനം നിർത്തും. പിന്നീട് 2-3 മാസം കഴിഞ്ഞ് വീണ്ടും ഈ ഒരു ടെസ്റ്റ് നടത്തുമ്പോൾ ഈ റേഷ്യോ അല്പം കൂടി ഉയർന്നതായിട്ടാണ് അവർ കാണുന്നത്. പലരും ഇങ്ങനൊരു സംശയം പ്രകടിപ്പിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? മദ്യപാനം മാത്രമല്ല ഈ പ്രശ്നത്തിന് കാരണം? അല്ല, മദ്യപാനം കൊണ്ടുണ്ടാകുന്ന ലിവർ ഡിസീസ് സാധാരണ 3 സ്റ്റേജുകളാണ് പറയുക. ആൽക്കഹോളിക് ലിവർ ഡിസീസിന് ഫാറ്റി ലിവർ ഉണ്ട്, ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്, പിന്നെ ഉള്ളത് സിറോസിസ് എന്ന് പറയുന്ന അവസാനത്തമായിട്ടുള്ള സ്റ്റേജാണ്. ഇനി ഈ ഫാറ്റി ലിവർ തന്നെ മറ്റു കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകാം, ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഡയബറ്റിസ് കൊണ്ടുണ്ടാകാം. ഇതൊക്കെ ലിവറിൽ കൊഴുപ്പ് അടിഞ്ഞ് ചേരുന്നത് കൊണ്ട് പറ്റുന്ന കാരണങ്ങളാണ്. അപ്പം വേറെ ഇത് മാത്രമല്ലാതെ വേറെയും ഇഷ്യൂസ് ഉണ്ടാവാം. ചിലപ്പോൾ വൈറസുകളുടെ സാന്നിധ്യം, ബ്ലഡിൽ ഉണ്ടാകുന്ന ചില വൈറസുകളുടെ ഇൻഫെക്ഷന്റെ സാന്നിധ്യം, അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ടും ഇതേപോലെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ളവർക്ക് മദ്യപാനം നിർത്തിയിട്ടും ഇതേപോലെ ലിവറിന്റെ എൻസൈംസ് കൂടി നിൽക്കുകയോ റേഷ്യോ അബ്നോർമൽ ഒക്കെ ആകുന്നെങ്കിൽ നമ്മളത് ഫെർദർ ടെസ്റ്റ് ചെയ്ത് വേറെ അസുഖങ്ങളൊന്നും ഇല്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതായി കാണുന്നുണ്ട്. ഓക്കെ ഡോക്ടർ,
ഈ പലപ്പോഴും കരൾ രോഗത്തിൽ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്നൊരു പ്രശ്നം കാണാറുണ്ട്, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറും കാണാറുണ്ട്. ഇതിനെക്കുറിച്ചൊന്ന് വിശദമാക്കാമോ? മദ്യപാനം എന്ന് പറഞ്ഞാൽ ഇപ്പം നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ആൻഡ് ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അറ്റ് റിസ്ക് ഡ്രിങ്കിങ് എന്ന് പറയുന്ന ഒരു ഡ്രിങ്കിങ് ലെവലുണ്ട്. ഓക്കെ, അപ്പം അതിൽ കൂടുതലായി കുടിക്കുന്നവർക്ക് അവരിലെ ഫാറ്റി ലിവർ വരുന്നുണ്ടെങ്കിൽ അത് കൂടുതലും ആൽക്കഹോളിന്റെ കാരണത്താലാകുകയും അതിന് ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ആൽക്കഹോൾ എടുക്കാത്തവർക്കും പണ്ട് ക്രിപ്റ്റോജനിക് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പ്രതിഭാസമാണിത്. ആൽക്കഹോൾ എടുക്കാതെ തന്നെ ലിവറിൽ വേറെ കാരണങ്ങൾ കൊണ്ട് കൊഴുപ്പടിയാൻ ചാൻസ് ഉണ്ട്. ഭക്ഷണ രീതിയിലുള്ള പ്രശ്നങ്ങൾ കാരണം, അമിതമരണം കാരണം, ഡയബറ്റിസ് കാരണം, തൈറോയിഡ് പ്രശ്നങ്ങൾ കാരണം, ഇങ്ങനെ ഒരുപാട് ഇതൊക്കെ കാരണങ്ങൾ കാരണം ലിവറിൽ കൊഴുപ്പടിയുന്ന വേറൊരു പ്രതിഭാസമാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്. അതും ഇതുപോലെ തന്നെ ശ്രദ്ധ ചെലുത്താതിരുന്നാൽ ഓവർ ടൈം എന്ന് പറഞ്ഞാൽ ഒരു 5-10 കൊല്ലം കഴിയുമ്പോൾ ചിലപ്പോൾ അത് സിറോസിസിലോട്ട് നയിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഡോക്ടർ, കരൾ രോഗങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളെ കുറിച്ചൊന്ന് വിശദമാക്കാമോ? കരൾ രോഗങ്ങൾ മെയിനായിട്ടും ഇൻഫെക്ഷൻസ് ആകാം, മദ്യപാനം കൊണ്ടുള്ള രോഗങ്ങളാകാം, അല്ലെങ്കിൽ ഈ ഫാറ്റി ലിവർ ഡിസീസ് നമ്മുടെ ജീവിതശൈലികൾ കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ. നിർഭാഗ്യവശാൽ മദ്യപാനം കൊണ്ടുണ്ടാകുന്നതും നമ്മുടെ ജീവിതശൈലി കൊണ്ടുണ്ടാകുന്നതുമായ കരൾ രോഗങ്ങൾക്ക് പ്രത്യേകിച്ച് സിംറ്റംസ് ഉണ്ടാകാറില്ല നേരത്തെ, എസ്പെഷ്യലി ഏർലി സിംറ്റംസ്. മിക്കവരിലും ഇതിന് സിംറ്റംസ് വരുന്നത് ലേറ്റ് സ്റ്റേജസിലാണ്. നമുക്ക് ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് വരുമ്പോഴാണ് മിക്കവരിലും വരുന്നത്. ഇപ്പൊ ഇങ്ങനെ ഉണ്ടാവുന്ന സിംറ്റംസ് എന്ന് പറയുമ്പോൾ മഞ്ഞപ്പിത്തം, പിന്നെ കഴിച്ച ഈ വയറിന്റെ വലതുപക്ഷത്ത്, അതായത് വയറ് മുകളിലായിട്ട് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, നീര് വെക്കുക, വയറിൽ വെള്ളം നിറയുക, ഇങ്ങനെയൊക്കെയുള്ള സിംറ്റംസ് ആണ് കൂടുതലായിട്ട് കാണുന്നത്. പിന്നെ സിറോസിസിലോട്ട് പോകുന്നവർക്ക് ഓർമ്മശക്തി കുറയുക, മലം കറുത്ത കളറിൽ പോവുക, രക്തം ഛർദ്ദിക്കുക, ഇങ്ങനെയൊക്കെയുള്ള സിംറ്റംസും കാണിക്കാറുണ്ട്. കരൾ രോഗത്തിന്റെ ഒരു ഏറ്റവും ഗുരുതരമായ ഒരു അവസ്ഥയാണല്ലോ ലിവർ സിറോസിസ്. ഇതിന്റെ ചികിത്സാ രീതികളെ കുറിച്ചൊന്ന് വിശദമാക്കാമോ? യെസ്, ഈ മദ്യപാനം കൊണ്ടുണ്ടാകുന്ന ലിവർ അസുഖങ്ങളിൽ 3 സ്റ്റേജിൽ ഏറ്റവും അവസാനമായിട്ടുള്ള സ്റ്റേജാണ് സിറോസിസ് എന്ന് പറയുന്നത്. അപ്പം ഇതില് ഞാനിപ്പോ പേഷ്യൻസിന്റെ അടുത്ത് പറയുന്നത് പോലെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്ന ഫാറ്റി ലിവർ എന്ന് പറയുന്നത്, മദ്യപാനം നിർത്തിയാൽ നമുക്ക് ഫാറ്റി ലിവർ ജീവനം അധികം പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സ്റ്റേജ് അല്ല, റിവേഴ്സിബിളുമാണ്. നമുക്ക് മദ്യപാനം നിർത്തി കഴിഞ്ഞാൽ പൂർവ്വസ്ഥിതിയിലേക്ക് ലിവർ മടങ്ങി പോകുന്ന ഒരു അവസ്ഥയാണ് ഫാറ്റി ലിവർ. ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന രണ്ടാമത്തെ സ്റ്റേജ് ജീവന അപകടം ഉണ്ടാക്കാവുന്ന സ്റ്റേജുമാണ്. എന്നിരുന്നാൽ അത് ചികിത്സിച്ച് നമുക്ക് അതിൽ നിന്നും പുറത്തു വരികയും മദ്യപാനം തുടരാതിരുന്നാൽ തിരിച്ച് പഴയ സ്റ്റേജിലോട്ട്, അല്ലെങ്കിൽ പൂർവ്വ ലിവറിന്റെ ഫങ്ഷനാലിറ്റി അല്ലെങ്കിൽ പ്രവർത്തനം പഴയതുപോലെ തന്നെ തിരിച്ചെടുക്കാവുന്ന ഒരു സ്റ്റേജാണ് ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് മിക്കവാറും. പക്ഷേ സിറോസിസ് എന്ന് പറയുന്ന സ്റ്റേജിലോട്ട് കയറി കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മദ്യപാനം നിർത്തണം. കാരണം അത് അല്ല ഫെർദർ സ്റ്റേജിലോട്ട് പോകാതിരിക്കാൻ വേണ്ടി മദ്യപാനം നിർത്തണം എന്ന് മാത്രമല്ല, ജീവൻ അപകടവും ഉണ്ടാക്കുന്ന സ്റ്റേജാണ്. സിറോസിസ് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആവറേജ് ഒരാളുടെ ലൈഫ് സ്പാൻ അല്ലെങ്കിൽ ജീവിക്കാൻ ഉള്ള സമയം ട്രീറ്റ് ചെയ്യാതെ ആയാലും ഒരു ആവറേജ് ആയിട്ട് പറയുന്ന ഒരു 12 വർഷം ആ ഒരു രീതിയിലാണ് പറയുന്നത്. അപ്പൊ ഇതിന് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ആദ്യമായി വേണ്ടത് മദ്യപാനം നിർത്തുക, പുകവലി മാറ്റുക, ഇങ്ങനെയൊക്കെയുള്ള ചികിത്സകൾ. പിന്നെ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ലിവറിന് പ്രശ്നം ഉണ്ടാകാതെ നോക്കണം. അപ്പോൾ ഡയബറ്റിസ് ഉണ്ടെങ്കിൽ ഷുഗർ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യുക, ഭക്ഷണ രീതി ക്രമീകരിക്കുക. പിന്നെ ഇതിനായിട്ടുള്ള വേറെ അസുഖങ്ങൾ ലിവറിനെ ബാധിക്കാതിരിക്കാനുള്ള വാക്സിൻസ്, അപ്പം മെയിനായിട്ട് മഞ്ഞപ്പിത്തം വൈറസ് കൊണ്ടുണ്ടാകുന്ന മഞ്ഞപ്പിത്തത്തിനുള്ള വാക്സിൻസ് എടുക്കണം. ഇങ്ങനെയുള്ളവരിൽ പ്രതിരോധ ശക്തി കുറയുന്നത് കാരണം ന്യൂമോകോക്കൽ വാക്സിൻ, ഇൻഫ്ലുവൻസ വാക്സിൻ തുടങ്ങിയ വാക്സിനുകൾ എടുക്കേണ്ടതാണ്. അതും ഇതിൻ്റെ ഒരു ചികിത്സയിൽ ഉൾപ്പെടുന്നതാണ്. പിന്നെ ഫുഡിന്റെ കാര്യത്തിലാണെങ്കിൽ മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത് ഉപ്പ് ക്രമീകരിക്കുക. ഈ സിറോസിസ് ബാധിച്ച രോഗികളിൽ
ഒരു ദിവസം 4 മുതൽ 6 ഗ്രാം വരെ ഉള്ള ഒരു ഉപ്പിന്റെ ഉപയോഗം മാത്രമേ അവർക്ക് ഉണ്ടാകാവൂ. അല്ലെങ്കിൽ ശരീരത്തിൽ നീര് കെട്ടി കാലിലും വയറ്റിനുള്ളിലും നീര് കെട്ടുന്ന ഒരു സ്റ്റേജിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇതിന്റെ കോംപ്ലിക്കേഷൻസിന് വേണ്ടിയുള്ള പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ അതിനുള്ള നേരത്തെയുള്ള ചെക്കപ്സ് ചെയ്തുകൊണ്ടിരിക്കണം. സിറോസിസ് ബാധിച്ചവർക്ക് കരളിൽ ക്യാൻസർ ഉണ്ടാകാനുള്ള ചാൻസസ് സാധാരണ ജനങ്ങളെക്കാൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ അധികമായതുകൊണ്ട് 6 മാസത്തിൽ ഒരിക്കൽ അവർക്ക് അൾട്രാസൗണ്ട് സ്കാനും പിന്നെ ബ്ലഡിന്റെ ചില ടെസ്റ്റുകളും ചെയ്യേണ്ടതാണ്. പിന്നെ രക്തം ഛർദ്ദിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഛർദ്ദിക്കാനുള്ള ചാൻസ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എൻഡോസ്കോപ്പി, അപ്പർ ജി ഐ എൻഡോസ്കോപ്പി എന്ന് പറയുന്ന വായിലൂടെ ട്യൂബ് ക്യാമറയും കടത്തിയിട്ട് ഞരമ്പുകളുടെ അവസ്ഥ ഏതാണെന്ന് നോക്കുന്നതും നമ്മൾ സമയാസമയത്തിൽ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇതിന് പുറമെ തന്നെ ജാഗരൂകരായിരിക്കണം. മലം കറുത്ത കളറിൽ പോവുകയോ രോഗിക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരികയോ വയറിൽ നീര് കെട്ടുകയോ അല്ലെങ്കിൽ രക്തം ഛർദ്ദിക്കുകയോ കറുത്ത കളറിൽ ഉള്ള ഛർദിൽ വരികയോ ചെയ്താൽ ഉടനടി തന്നെ ആശുപത്രിയിൽ സമീപിച്ച് നമ്മൾ വിദഗ്ധ ചികിത്സ നേടേണ്ടതാണ്. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ പറഞ്ഞ പോലെ തുടക്കത്തിൽ യാതൊരു തരത്തിലുള്ള ലക്ഷണങ്ങളും കാണിക്കാതാണ് കരൾ രോഗങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുന്നതെന്ന് പറഞ്ഞു. ഇങ്ങനൊരു സാഹചര്യത്തിൽ പൊതുവായി ഈ രോഗങ്ങളിൽ നിന്നും പിടിപെടാതിരിക്കാൻ നമ്മൾ കരുതേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ് പൊതുവായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? പൊതുവായി ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ ആദ്യമായി ഭക്ഷണ രീതിയാണ്. ഡോക്ടർ, ക്ഷമിക്കണം, ഞാൻ ഇടപെടുകയാണ്. നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ കൂടി ചേരുകയാണ്. അതിനുശേഷം നമുക്ക് ഈ ഒരു ഉത്തരത്തിലേക്ക് വരാം. മാവേലിക്കരയിൽ നിന്നും സിദ്ദിഖ് ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ സിദ്ദിഖ്. എന്റെ പേര് സിദ്ദിഖ്. നമസ്കാരം. ഹലോ നമസ്കാരം. എന്റെ പേര് സിദ്ദിഖ്. ഞാന് മാവേലിക്കര വള്ളികുന്നത്തുനിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, എനിക്ക് ഈ ഫാറ്റി ലിവർ 1% ഉണ്ടെന്ന് പറഞ്ഞു. ഞാന് വെള്ളം മുറുക്ക അങ്ങനെയുള്ള പരിപാടിയും ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് ഗ്യാസിന്റെ ഇച്ചിരി ഇതൊക്കെയുണ്ട്. ഹലോ, ഗ്രേഡ് 1 ഫാറ്റി ലിവർ എന്നാണോ ഉദ്ദേശിക്കുന്നത്? അത് തന്നെ. പിന്നെ വയറ്റിന് വേദനയുണ്ട് ഒരു സൈഡില്, അതുകൊണ്ടാണ് ചെക്ക് ചെയ്യാൻ കാരണം. ഓക്കെ, അൾട്രാസൗണ്ട് സ്കാൻ ആണോ ചെയ്തത്? അതാ ചെയ്തത്. ഹലോ സിദ്ദിഖ്, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്തത്. ഓക്കെ, അതിൽ ഗ്രേഡ് 1 ഫാറ്റി ലിവർ എന്നാണോ പറഞ്ഞിരിക്കുന്നത്? അത് തന്നെ. ഹലോ ഡോക്ടർ, ഗ്രേഡ് 1 ഫാറ്റി ലിവർ എന്നാണ് ഇപ്പൊ സിദ്ദിഖ് പറഞ്ഞത്. ഓക്കെ, ഗ്രേഡ് 1 ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഈ കൊഴുപ്പടിഞ്ഞ് മദ്യപിക്കുന്നില്ല എന്ന് പറഞ്ഞതായി എനിക്ക് തോന്നി. അപ്പം മദ്യപിക്കുന്നില്ലെങ്കിൽ അത് വേറെ ഷുഗറോ തൈറോയിഡ് മുതലായവയൊക്കെ ചെക്ക് ചെയ്യേണ്ടതാണ് പുള്ളി. അപ്പം അത് ചെക്ക് ചെയ്തിട്ട് എന്തോ ഷുഗർ ചെക്ക് ചെയ്തായിരുന്നു. ഇല്ല, മരുന്നൊന്നും കഴിക്കുന്നില്ല. ഷുഗർ കൂടുതലാണോ? ഇല്ല. കൺട്രോൾ എക്സസൈസ് ഒക്കെ ചെയ്ത് കൺട്രോൾ ആക്കുന്നുണ്ട്. ഇച്ചിരി കൂടുതൽ കണ്ടാലും ഞാൻ എക്സസൈസ് ചെയ്ത് കൺട്രോൾ ആക്കുന്നുണ്ട്. ഗ്യാസിന്റെ ഉണ്ട്, കുറെ വർഷങ്ങൾ കൊണ്ടുള്ളയാ. ഇടയ്ക്ക് കേൾക്കുന്നില്ല. ഗ്യാസിന്റെ പ്രശ്നമുണ്ട്. ഷുഗർ കൺട്രോൾ ആണ്. അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയാണെങ്കിൽ എക്സസൈസും മറ്റും ചെയ്ത് ഷുഗർ കൺട്രോൾ ചെയ്യുന്നുണ്ടെന്നാണ് സിദ്ദിഖ് പറഞ്ഞത്. തീർച്ചയായും. അപ്പം ഇങ്ങനെയുള്ളവർക്ക് ഗ്രേഡ് 1 ഫാറ്റി ലിവർ ആണെങ്കിൽ ഇപ്പം കഴിഞ്ഞ വർഷം തുടക്കത്തിൽ തന്നെ വന്ന ഒരു പഠനം കാണിച്ചത് എല്ലാ ദിവസവും അരമണിക്കൂർ വെച്ച് നടക്കുകയാണെങ്കിൽ, കൈ വീശിയുള്ള നടപ്പാണ് ഉദ്ദേശിക്കുന്നത്, അരമണിക്കൂർ വെച്ച് ആഴ്ചയിൽ 5 ദിവസം നടക്കണം എന്ന് പറഞ്ഞാൽ അപ്പം 30 മിനിറ്റ് വെച്ചിട്ട് അരമണിക്കൂർ വെച്ചിട്ട് 5 ദിവസം നടക്കുക. 150 മിനിറ്റ് ഒരാഴ്ചയിൽ വരും. അപ്പോൾ അങ്ങനെ നടക്കുക. എത്ര സ്പീഡിന് നടക്കണം എന്ന് വെച്ചാൽ 1 മിനിറ്റിൽ 100 സ്റ്റെപ്സ്. അപ്പം 30 മിനിറ്റ്സ് ഒരു ദിവസത്തിൽ, 5 ദിവസം ഒരാഴ്ചയിൽ. സ്പീഡ് എന്ന് പറയുന്നത് 100 സ്റ്റെപ്സ് പെർ മിനിറ്റ്. ആ സ്പീഡിൽ നടന്നാൽ തന്നെ 6 മാസത്തിൽ നല്ലതുപോലെ ഈ കരളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഫാറ്റ് കുറഞ്ഞതായി പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട്, വേറെ മരുന്നുകളുടെ ഒന്നും സഹായം കൂടാതെ തന്നെ. അപ്പം സിദ്ദിഖിന്റെ കേസിലാണെങ്കിൽ ഷുഗർ നല്ലതുപോലെ കൺട്രോൾ ചെയ്യുക, തൈറോയിഡ് ചെക്ക് ചെയ്യുക,
പിന്നെ വ്യായാമവും വെയിറ്റ് നോക്കി വെയിറ്റ് കൂടുതലാണെങ്കിൽ അതൊരു ഡോക്ടറെ കാണിച്ചിട്ട് എത്രത്തോളം വെയിറ്റ് കുറയ്ക്കണം എന്നുള്ള കാര്യം നോക്കി അത് ചെയ്യേണ്ടതാണ്. സിദ്ദിഖിന് വെയിറ്റ് വ്യക്തമായി എന്ന് കരുതുന്നു. 70. ഡോക്ടർ, നമ്മൾ പറഞ്ഞു വന്നത് പൊതുവായിട്ട് കരൾ രോഗങ്ങളെ കരുതിയിരിക്കാൻ പൊതുവായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. ഡോക്ടർക്ക് തുടരാം. ആ അപ്പം ആദ്യമായിട്ട് ഭക്ഷണ രീതിയും വെയിറ്റും വ്യായാമവുമാണ് പറയുക. ശരിയായിട്ടുള്ള ബോഡി വെയിറ്റും റെഗുലർ ആയിട്ട് എക്സസൈസ്, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഉള്ള എക്സസൈസുകൾ തുടർന്നാൽ ഫാറ്റി ലിവർ ഒരു പരിധിവരെ കൺട്രോളിൽ ഇരിക്കാവുന്നതാണ്. പിന്നെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ചെക്കപ്സ്, ഇപ്പം നമ്മുടെ ജീവിതശൈലി, ഫോർ എക്സാമ്പിൾ ഇരുന്ന് ജോലി ചെയ്യുന്നവരാണ്, അധികം വ്യായാമമൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ, ലിവറിന്റെ അൾട്രാസൗണ്ട് ഒക്കെ സമയാസമയങ്ങളിൽ ഒരു ഹെൽത്ത് ചെക്കപ്പ് എടുത്താൽ അതിൽ നിന്ന് അറിയാവുന്ന മിക്ക ക്യാമ്പുകളിലും ഈ അൾട്രാസൗണ്ട് ഒക്കെ ചെയ്യുന്നതാണ്. വളരെ അധികം ചിലവുള്ള ഒരു കാര്യമല്ല അത്. അപ്പം അത് ചെയ്യാൻ സാധിക്കും റെഗുലറായിട്ട്. ബോഡി വെയിറ്റ് എപ്പോഴും മോണിറ്റർ ചെയ്യുന്നതാണ് ഒരു അത്യാവശ്യമുള്ള കാര്യം. മദ്യപാനം കഴിവതും കുറയ്ക്കുക, ഈ റിസ്ക് ഉള്ള മദ്യപാനത്തിലോട്ട് പോകാതിരിക്കുക. ബിഞ്ച് ഡ്രിങ്കിങ് അവോയ്ഡ് ചെയ്യുക. ഇപ്പം ബിഞ്ച് ഡ്രിങ്കിങ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ മദ്യപിക്കാത്ത ഒരു വ്യക്തിയായിരിക്കും, പക്ഷേ ഓരോ ആഴ്ചയും അവസാനം ഉണ്ടാകുന്ന ആ വീക്ക് എൻഡിൽ മാത്രം കുടിക്കുന്നവർക്ക് കുഴപ്പമൊന്നും ഉണ്ടാകില്ല എന്നൊരു ധാരണയുണ്ട്. ബിഞ്ച് ഡ്രിങ്കിങ് ആക്ച്വലി കരളിനെ മാത്രമല്ല മറ്റവയവങ്ങളിൽ BP, സ്ട്രോക്ക് ഇതിനൊക്കെ കാരണമാകുന്ന ഒരു ടൈപ്പാണ്. ബിഞ്ച് ഡ്രിങ്കിങ് എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈം വിത്തിൻ 2 മണിക്കൂറിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റാൻഡേർഡ് ഡ്രിങ്ക് പോലെ 5 ഡ്രിങ്ക്സ് എടുക്കുന്നതിനാണ് ബിഞ്ച് ഡ്രിങ്കിങ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളതും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കറക്റ്റ് ആയിട്ടുള്ള ന്യൂട്രീഷൻസ് സ്റ്റേറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഇതിനോടുള്ള മെയിനായിട്ടുള്ള കാര്യം. ഡോക്ടർ, മറ്റൊരു ചോദ്യം, എന്താണ് ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ്? എന്താണ് അതിൻ്റെ ലക്ഷണങ്ങൾ, ചികിത്സ? അതൊരു ഗുരുതരമായ അവസ്ഥയാണോ? അതെ, നേരത്തെ പറഞ്ഞ പോലെ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് ജീവന് അപകടം തന്നെ സംഭവിക്കാവുന്ന ഒരു അസുഖം തന്നെയാണ്. സിവിയർ ആയിട്ടുള്ള കേസുകളിൽ 50 മുതൽ 60% വരെ രോഗികൾ മരിക്കാനുള്ള ചാൻസ് ഉള്ള ഒരു അസുഖമാണ് ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ്, സിവിയർ ആയിട്ടുള്ള സ്റ്റേജ് ആണെങ്കിൽ. അപ്പൊ ഇതില് വരുന്നത് പെട്ടെന്ന് ഇതേപോലെ ബിഞ്ച് ഡ്രിങ്കിങ്ങോ അല്ലെങ്കിൽ നേരത്തെ ആൽക്കഹോൾ അസോസിയേറ്റഡ് ലിവർ ഡിസീസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലിവർ ഡിസീസ് ഉള്ളവരോ അല്ലെങ്കിൽ പതിവിലും അധികമായി മദ്യപിക്കുമ്പോൾ ഉണ്ടാവുന്ന പെട്ടെന്ന് ലിവറിന്റെ എൻസൈംസ് കൂടുകയും ലിവറിന്റെ പ്രവർത്തനം നിലയ്ക്കുകയും അതേ തുടർന്ന് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസുമാണ്. ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകുമ്പോൾ പനി ഉണ്ടാകാം, ഛർദിൽ, മഞ്ഞപ്പിത്തം, ശരീരത്തിൽ ക്ഷീണം വരാം, വയറിൽ വീക്കം വരാം, കാലുകളിൽ വീക്കം വരാം. ഇങ്ങനെയൊക്കെ ഉള്ളതാണ് അതിൻ്റെ രോഗലക്ഷണങ്ങളായി കാണുന്നത്. ഇതിനോടൊപ്പം തന്നെ ഛർദിക്കുക, ചിലപ്പോൾ രക്തം ഛർദിക്കാറുണ്ട്. അതും ഇതിൻ്റെ സിറോസിസിലാണ് രക്തം ഛർദിൽ വരുന്നെങ്കിലും ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസിൽ ഈ ഛർദിക്കുമ്പോൾ അകത്ത് ഉണ്ടാകുന്ന പൊട്ടലുകളോ ഈ നമ്മൾ അന്നനാളത്തിൽ ഉണ്ടാകുന്ന ചില കീറലുകൾ കാരണം രക്തം ഛർദിക്കാനുള്ള ചാൻസുകളും ഉണ്ട്. ഡോക്ടർ, ഒരു ചോദ്യം കൂടി. ഇത്തരത്തിൽ ഒരു മദ്യപാനം മൂലം ഉണ്ടാകുന്ന കരൾ രോഗം, അതിൽ നിന്നും ഒന്ന് വീണ്ടെടുക്കാൻ, അവരൊന്ന് തിരിച്ചു വരാൻ, മദ്യപാനം നിർത്താൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിൽ അവരെ തയ്യാറാക്കുന്നത് ഏത് വിധത്തിലാണ്? എങ്ങനെയാണ് മദ്യപാനം നിർത്തി കരളിൻ്റെ ആരോഗ്യത്തെ നമുക്ക് സംരക്ഷിക്കുവാൻ സാധിക്കുന്നത്? ഈ മദ്യപാനം മൂലം ഉണ്ടാകുന്ന കരൾ രോഗങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പേഷ്യൻസിൻ്റെ അടുത്ത് ആദ്യമായി പറയുന്നത് മദ്യപാനം നിർത്താനാണ്. അപ്പം നിർത്താൻ വേണ്ടി എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ സൈക്കാട്രി അല്ലെങ്കിൽ സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റിന്റെ ഹെൽപ്പ് തേടാറുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മിക്ക പേഷ്യൻസും അല്ലെങ്കിൽ രോഗികളോ അവരുടെ ബൈസ്റ്റാൻഡേഴ്സ് കൂടെ ഉള്ളവരോ ഇതിന് മുതിരാറില്ല. അത് പല തെറ്റിദ്ധാരണകൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തമായി ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അമിത വിശ്വാസം കൊണ്ടുമാകാം. പക്ഷേ ഇങ്ങനെ മദ്യവെക്കുന്നവരിൽ മാനസികമായ ഒരു ഡിപ്പെൻഡൻസ് അല്ലാതെ ശാരീരികമായ ഒരു ഡിപ്പെൻഡൻസ് കാണാറുണ്ട്. അപ്പം അങ്ങനെയുള്ളവരും ചിലപ്പോൾ ഒരുപാട് മദ്യപിക്കുന്നവരാണെങ്കിൽ അവർക്ക് മദ്യപിക്കാതിരുന്നാൽ ഉണ്ടാകുന്ന വെപ്രാളം, കയ്യിൽ വിറയ്ക്കൽ, അങ്ങനെയൊക്കെയുള്ള പ്രതിഭാസങ്ങൾ കാണാറുണ്ട്. അപ്പം ഇവര് തുടർന്ന് നമ്മുടെ ആശുപത്രിയിൽ നിന്നും മദ്യപിക്കില്ല എന്ന് പറഞ്ഞു പോയാലും വീട്ടുകാരറിയാതെയോ മറ്റോ പോയി പിന്നെയും മദ്യപിച്ച് വീണ്ടും ലിവറിന് കൂടുതൽ അപകടാവസ്ഥയിൽ തിരിച്ചു വരുന്ന സന്ദർഭങ്ങൾ വളരെ സാധാരണമാണ്. അപ്പം
മദ്യപാനം നിർത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു വിദഗ്ധമായ ചികിത്സ അല്ലെങ്കിൽ ഹെൽപ്പ് തേടേണ്ടത് തന്നെയാണ്. അങ്ങനെ തേടിയാൽ മാത്രമേ നമുക്കതൊരു ലോങ് സ്റ്റാൻഡിങ് അല്ലെങ്കിൽ അങ്ങനെ തന്നെ നിൽക്കാൻ ചാൻസ് ഉള്ളൂ. അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ പിന്നെയും ഇതേപോലെ തന്നെ മദ്യപിക്കാനുള്ള ചാൻസുകൾ വളരെയധികം കൂടുതലാണ്. വ്യക്തമാണ് ഡോക്ടർ. മദ്യപാനം കരളിൻ്റെ ആരോഗ്യത്തിനെ എങ്ങനെ പ്രതികൂലമായി ബാധിക്കുന്നു, അതിൽ നിന്ന് എങ്ങനെ പുറത്ത് കടക്കാം, അതിൻ്റെ ഗുരുതരാവസ്ഥകൾ എന്തൊക്കെയാണെന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. നമ്മളോട് ഇതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് പങ്കുവച്ചത് തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ ഗാസ്ട്രോ എൻട്രോളജി വിഭാഗം ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ വിഷ്ണു ബി ചന്ദ്രയാണ്. ഡോക്ടർ വളരെയധികം നന്ദി. താങ്ക് യു. ഹലോ ഡോക്ടറിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്.